നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. സെന്റ് തോമസ് മലയാളി അസോസിയേഷൻ പൊന്നോണം 2024 വിപുലമായ പരിപാടികളോടെ സെപ്റ്റംബർ 14 ആഘോഷിച്ചു. ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടി സംഘടക മികവ് കൊണ്ട് വേറിട്ട് നിന്നു. സെന്റ് തോമസ് MPPയും ഓൺടാരിയോ അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് മന്ത്രിയുമായ ബഹുമാനപ്പെട്ട റോബ് ഫ്ലാഗ് പരിപാടിയിലെ മുഖ്യാതിഥി ആയിരുന്നു. ഫൊക്കാന ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോജി തോമസ്, ഓൺടാരിയോ ഹീറോ CEO പ്രവീൺ വർക്കി എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ കലാപരിപാടികൾ, ചെണ്ടമേളം, ഭരതനാട്യം, തിരുവാതിര എന്നിവ പരിപാടിയെ ആകർഷകമാക്കി. വിഭവസമൃദ്ധ സദ്യ, ലൈവ് മ്യൂസിക് എന്നിവ കൊണ്ട് പരിപാടി മികവുറ്റതായി. റിയൽട്ടർ പ്രസ്റ്റീജ് സത്യൻ, മോർഗേജ് ഏജന്റ് ജോജി ചെറിയാൻ എന്നിവർ പ്രധാന സ്പോൺസർമാരായിരുന്നു. കാനഡയിലെ ഓൺടാരിയോ പ്രൊവിൻസിലെ മലയാളി സോഷ്യൽ വർക്കേഴ്സിന്റെ സംഘടനയായ MASWO അഥവാ മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഓൺടാരിയോ റീൽസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. 1 മിനിറ്റിൽ താഴെയുള്ള റീൽസ് നിർമ്മിച്ച് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അപ്ലോഡ് ചെയ്യുന്നവരിൽ നിന്നും മികച്ച റീൽസിന് MASWOയുടെ ആനുവൽ ഇവന്റായ സിനർജിയുടെ വേദിയിൽ വെച്ച് സമ്മാനം നൽകുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. എയർ കാനഡയിലെ പൈലറ്റുമാർ പരിഷ്കരിച്ച ശമ്പള സ്കെയിലിലും സമരം നിർത്താൻ തയ്യാറായില്ലെങ്കിൽ രാജിവെച്ചൊഴിയുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് എയർ കാനഡ സംഘത്തിന്റെ അധ്യക്ഷനായ ചാർലിൻ ഹുഡി. 42% ശമ്പള വർധനമെന്ന സാമാന്യം ഭേദപ്പെട്ട ഡീലിൽ സമരമെത്തിയിട്ടും സമരത്തിന്റെ പാത സ്വീകരിക്കാൻ പൈലറ്റുമാർക്ക് കഴിയുന്നില്ലെങ്കിൽ താൻ നേതൃസ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്നും ചാർലിൻ ഹുഡി മാധ്യമങ്ങളെ അറിയിച്ചു. നഴ്സിംഗ് സ്റ്റാഫിന്റെ ക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണെന്ന് കനേഡിയൻ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം കുറഞ്ഞത് $1.5 ബില്യൺ നഴ്സിംഗ് മേഖലയിലെ കുറവ് പരിഹരിക്കാൻ ചെലവഴിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്റ്റാഫിംഗ് ഏജൻസികളുടെ അനിയന്ത്രിതമായ ഇടപെടലുകളാണ് ചിലവുകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതെന്നും എന്നാൽ ഇവരെ ആശ്രയിക്കാതെ ആശുപത്രികളുടെ ദൈനംദിന പ്രക്രിയകൾ പോലും മുടങ്ങുമെന്ന സ്ഥിതിയാണെന്നും CNFU പ്രസിഡന്റ് ലിൻഡ സിലാസ്. കോവിഡിന് ശേഷം നഴ്സിംഗ് മേഖല നേരിട്ട പ്രതിസന്ധി കാനഡയിലെ ഹോസ്പിറ്റലുകളെ ബാധിച്ചുവെന്നും കാനഡ ആരോഗ്യ മാനവ വിഭവശേഷി ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ലിൻഡ സിലാസ് കൂട്ടിച്ചേർത്തു. ലെബനോണിലുള്ള കനേഡിയൻ പൗരന്മാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച വിദേശകാര്യമന്ത്രി മെലാനി ജോളി. ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിൽ ആയിരിക്കുമ്പോഴും പേജ് സ്ഫോടനം പോലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും തങ്ങളുടെ 45,000-ലധികം പൗരന്മാർ ലെബനോനിൽ തുടരുന്നുവെന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും കഴിഞ്ഞ ഒക്ടോബർ മുതൽ കാനഡ സർക്കാർ പുറപ്പെടുവിക്കുന്ന ആഹ്വാനങ്ങളെ നിരന്തരം അവഗണിക്കുന്നവരോട് സഹതപിക്കുകയല്ലാതെ തരമില്ലെന്നും മെലാനി ജോളി വ്യക്തമാക്കി. ഇനിയൊരു ഒഴിപ്പിക്കൽ ദൗത്യം സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു മെലാനി ജോളിയുടെ മറുപടി. US തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പരാജയപ്പെട്ടാൽ 4ാമതൊരിക്കൽ കൂടി മത്സരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. പരാജയപ്പെടുകയാണെങ്കിൽ ഇത് തന്റെ അവസാന തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷത്തിനു ശേഷം ഒരു മത്സരം ചിന്തിക്കുന്നില്ല. പരാജയപ്പെടുകയാണെങ്കിൽ ഇതാണ് തന്റെ അവസാന മത്സരം. ഇത്തവണ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. 97ാമത് ഓസ്കറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് ചിത്രം ലാപ്പത്ത ലേഡീസ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായാണ് ചിത്രം മത്സരിക്കുക. ആകെ 29 ചിത്രങ്ങൾ പരിഗണിച്ചതിൽ നിന്നാണ് ലാപ്പത്ത ലേഡീസ് അന്തിമമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളത്തിൽ നിന്ന് ആടുജീവിതം, ഉള്ളൊഴുക്ക്, ആട്ടം, മലയാളികൾക്ക് പങ്കാളിത്തമുള്ള ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രങ്ങൾ ഇതിനായി പരിഗണിച്ചിരുന്നു. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.